നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എക്സാലോജിക്കിന് എതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ വീണ വിജയനെ പരിരക്ഷിക്കേണ്ട ആവശ്യം CPM-നില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ രാഷ്ട്രീയ പ്രചാരണത്തെ പ്രതിരോധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ BJP അജണ്ട എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. രേഖകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കാനായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി. വാർത്താമഴ ആദ്യം പോകുന്നത് ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്കാണ്. എക്സാലോജിക്കിനെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചതിനു പിന്നാലെ പ്രതിരോധം തീർത്ത് ഇടതുമുന്നണി നേതാക്കൾ. എക്സാലോജിക്കിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ ബോധപൂർവമായ രാഷ്ട്രീയ പ്രചാരണം നടക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്കുള്ള വഴി ഇതാ എന്ന് പ്രഖ്യാപിക്കലാണ് ഇപ്പോൾ നടക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. അന്വേഷണം നടത്തി ഒരു പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വഴി ഇതാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് വളരെ വളരെ തെറ്റായ ഒരു നിലപാടാണ്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കൊട്ട് എന്ന രീതിയിലുള്ള പ്രചരണത്തിന് മാത്രമാണ് അവരുദ്ദേശിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നത് BJP നിർദ്ദേശപ്രകാരമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ LDF-ന്റെ മുഖ്യമന്ത്രിയാക്കാൻ കണ്ടിട്ട് രാഷ്ട്രീയ നീക്കമുണ്ട്, അജണ്ടയുണ്ട്. അത് BJP-യുടെ അജണ്ടയാണ്. ആ BJP അജണ്ടയ്ക്ക് വേണ്ടി പലപ്പോഴും കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളും രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട്. വീണ വിജയന് CPIM പരിരക്ഷ നൽകേണ്ട ആവശ്യമില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടെങ്കിൽ LDF കൺവീനറുടെ അഭിപ്രായം ഇങ്ങനെ. ഇതൊരു പെൺകുട്ടി IT മേഖലയിൽ പ്രഗത്ഭയാണ്, ഒരു സംരംഭം ആരംഭിക്കുന്നു. അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ? വേട്ടയാടുകയാണോ? ഒരു സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത്. വിഷയത്തിൽ CPIM പ്രതിരോധത്തിലായതോടെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. അന്വേഷണം അട്ടിമറിക്കാൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരന്റെ ഇടനിലയിൽ BJP-യും CPIM-ഉം ധാരണയുണ്ടാക്കിയെന്ന് VD സതീശൻ. അപ്പൊ മുരളീധരൻ ഇതിനകത്തൊരു പ്രതിയാണ് എന്ന് വെച്ചാൽ ഇടനിലക്കാരനാണ്. ഈ പിണറായി വിജയനും സംഘപരിവാറുമായിട്ടുള്ള സെറ്റിൽമെന്റിന്റെ ഇടനിലക്കാരനാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് K മുരളീധരൻ MP പറഞ്ഞു. ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചത് യുക്തിരഹിതമെന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ജപ്പാന്റെ ചാന്ദ്ര ദൗത്യം സ്മാർട്ട് ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. 20-ലേറെ വർഷമെടുത്തു ഈ ദൗത്യത്തിലേക്ക് എത്താൻ. ചന്ദ്രനിൽ ഇറങ്ങുന്ന 5ാമത്തെ രാജ്യമായി അങ്ങനെ ജപ്പാൻ മാറുകയാണ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ വാർത്താമഴയിൽ ചേരുന്നത് സ്മിത ഹിദാസാണ്. സ്മിത, അത് ശ്രദ്ധേയമായ ഒരു നേട്ടമാണല്ലോ. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ജപ്പാന്റെ ബഹിരാകാശ ഏജൻസി ജാക്സ ആണ് ഈ കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച വൈകിട്ട് 7:45-ന് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നതല്ലാതെ കൃത്യമായി തന്നെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. പേടകം ചന്ദ്രന്റെ ഉപരിതലത്തെ തൊട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിന് ശേഷം അമേരിക്കയുടെ ഒരു സ്വകാര്യ കമ്പനി ഈ ദൗത്യത്തിന് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ നിർണായകമായ ഒരു നേട്ടമായി മാറുന്നു ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഈ ചാന്ദ്ര ദൗത്യം പൂർത്തിയാക്കുമ്പോൾ. മൂൺ സ്നൈപ്പർ എന്നാണ് ദൗത്യത്തിന് പേര്. ജപ്പാന്റെ സ്മാർട്ട് ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമ്പോൾ 5ാമത്തെ രാജ്യമായി മാറുന്നു. US, അമേരിക്ക, USSR, ചൈന, ഇന്ത്യ, അതിനുശേഷം ഇപ്പോൾ ജപ്പാനും 5ാമത്തെ രാജ്യമായി ഇടം പിടിച്ചിരിക്കുന്നു. ചന്ദ്രനിലിറങ്ങിയ 5ാമത്തെ രാജ്യമായി ജപ്പാൻ മാറുമ്പോൾ തീർച്ചയായിട്ടും അത് ചരിത്രത്തിലൊരു നിർണായക ദൗത്യമായി കൂടി മാറുന്നുണ്ട്. ഉന്മേഷ്, ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്തരം ദൗത്യങ്ങൾ അത് ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ ഏതാനും നിശ്ചയിച്ച സ്ഥലത്തു നിന്ന് ഏതാനും കിലോമീറ്ററുകളുടെ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഇത് ഇറങ്ങുമ്പോൾ. പക്ഷേ ഇത് ജപ്പാന്റെ ഈ ദൗത്യത്തിൽ ഇത് ഗതി നിർണയം അത് കൃത്യമായി തന്നെ 100 മീറ്ററിന് അകത്ത് അതിൽ തന്നെ ഇറങ്ങും എന്നുള്ളതായിരുന്നു ഈ ദൗത്യത്തിന്റെ ഒരു പ്രത്യേകത. അത് കൃത്യമായി ആ രീതിയിൽ തന്നെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇനി വരുന്ന ബഹിരാകാശ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ ഇതൊരു നിർണായക ഘടകമായി മാറും എന്നുള്ളതാണ്. അതുമാത്രമല്ല, മറ്റൊരു പ്രത്യേകത കുറച്ചൊരു ചരിഞ്ഞ പ്രതലത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതും അടുത്ത ഒരു നേട്ടമായി തന്നെ ജപ്പാന് ഉയർത്തിക്കാണിക്കാൻ കഴിയും. സ്മാർട്ട് ലാൻഡർ ഇറങ്ങുമ്പോൾ 100 മീറ്ററിനകത്തു തന്നെ ഇറങ്ങുന്നു, അതോടൊപ്പം തന്നെ ചരിഞ്ഞ പ്രതലത്തിൽ ഇറങ്ങുന്നു. 2
പതിറ്റാണ്ടിലേറെ എടുത്ത് ഇത് വികസിപ്പിച്ചെടുത്തു. ഇമേജുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ലാൻഡിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉയർന്ന സാങ്കേതിക മികവ്, ഭാരം കുറഞ്ഞ ഈ ഒരു പേടകം, ഇതെല്ലാം തന്നെ ജപ്പാന് ഈ 5ാമത്തെ രാജ്യമായി മാറുമ്പോൾ ജപ്പാൻ ഒരുപാട് നേട്ടങ്ങൾ നേടിക്കൊടുക്കുന്നു. ചരിത്രത്തിൽ ബഹിരാകാശ ദൗത്യങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ നേട്ടത്തിലേക്ക് ജപ്പാൻ കുതിച്ചു എന്നുള്ളതാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അമേരിക്ക ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 50% നേട്ടം ഇതിൻ്റെ ഒരു വിജയം, അതാണ് വിദഗ്ധർ, ഗവേഷകർ ഉൾപ്പെടെ സയന്റിസ്റ്റുകളെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ആ രീതിയിലല്ല പോയത്. കൃത്യമായി ഇന്നത്തെ ദിവസം അല്പസമയങ്ങൾക്ക് മുൻപ് കൃത്യമായി ചന്ദ്രോപരിതലത്തെ തൊട്ടിരിക്കുന്നു സ്ലിം. ശരി, സ്മിത ഹരിദാസാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടത്തിലേക്ക് എത്തുകയാണ് ജപ്പാൻ. ഇപ്പോൾ അവരുടെ ചന്ദ്ര ദൗത്യം അത് നടത്തിയിരിക്കുന്നു. അങ്ങനെ 5ാമത്തെ രാജ്യമാകുന്നു, ചന്ദ്രനിറങ്ങുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ മാറിയിരിക്കുകയാണ്. KSRTCയിലെ ഇലക്ട്രിക് ബസ്സുകളെ ചൊല്ലി LDF-ൽ പോരും മുറുകുന്നു. ഇലക്ട്രിക് ബസ്സുകളെ പറ്റിയുള്ള KB ഗണേഷ് കുമാറിന്റെ നിലപാട് CPIM തള്ളി. ജനോപകാരപ്രദമായ സേവനങ്ങൾ നിർത്തലാക്കില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഗതാഗത മന്ത്രി വിമർശിച്ച് VK പ്രശാന്ത് MLA-യും തിരുവനന്തപുരം മേയറും രംഗത്തെത്തി. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗതാഗത മന്ത്രിയുടെ പരാമർശമാണ് വിവാദത്തിനിടയാക്കിയത്. പിന്നാലെ ഫേസ്ബുക്കിലൂടെ VK പ്രശാന്ത് MLA-യുടെ പരോക്ഷ വിമർശനം. ഈ ബസ് മലിനീകരണം കുറയ്ക്കുമെന്നും ബസ് സർവീസ് നയപരമായ തീരുമാനമെന്നുമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. തൊട്ടുപിന്നാലെ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. ജനോപകാരപ്രദമായ സർവീസുകൾ നിർത്തില്ലെന്നും മന്ത്രി മാത്രമല്ല മന്ത്രിസഭ ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും KB ഗണേഷ് കുമാറിനെ തള്ളിക്കൊണ്ട പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി. അതൊക്കെ നയപരമായ തീരുമാനം തന്നെ എടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതാ കാര്യം. മന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടല്ലേ പരിശോധിക്കട്ടെ, നിങ്ങൾ അതിൽ വേദനാവണ്ട. പക്ഷെ സേവനം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരത്തിലേക്ക് തിരിച്ചു പോക്കുണ്ടാവില്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിലപാട് ആവർത്തിച്ച VK പ്രശാന്ത് സർവീസ് ഒഴിവാക്കാൻ കഴിയില്ലെന്നും മന്ത്രിയുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. അല്ല, തീർച്ചയായിട്ടും ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അത് നയപരമായി LDF-ന്റെ ഒരു തീരുമാനമല്ല. അപ്പോൾ അതിന്റെ ലാഭനഷ്ട സാധ്യതകളെ സംബന്ധിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് അദ്ദേഹം വ്യക്തമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെന്ന് ഞങ്ങളാരും സംശയിക്കുന്നില്ല. അദ്ദേഹം KSRTCയെ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഓരോന്നായിട്ട് അദ്ദേഹം അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ പ്രകടിപ്പിച്ച ഒരു കൺസേൺ നഗരവാസികളുടെ ഒരു കൺസേൺ ആണ്. അവരിപ്പോൾ ധാരാളമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നത് അവരെ സംബന്ധിച്ച് പ്രയാസമായിരിക്കും. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. വിവാദം കൊഴുക്കുന്നതിനിടെ തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഈ ബസ്സുകളെന്നും നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് KSRTC MD-യോട് ഗതാഗത മന്ത്രി വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അയോധ്യ ഒരുങ്ങി. അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ സുപ്രീം കോടതി ബെഞ്ചിലെ ജഡ്ജിമാർക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം. മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, നിലവിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്നിവർ ഉൾപ്പെടെ 5 പേർക്കാണ് ക്ഷണം. പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതിനെ ചോദ്യം ചെയ്ത് CPIM രംഗത്തെത്തി. അയോധ്യ കേസിൽ വിധി പ്രഖ്യാപിച്ചത് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ അധ്യക്ഷതയിലുള്ള 5-അംഗ ബെഞ്ചായിരുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമാകാൻ ബെഞ്ചിലെ 5 അംഗങ്ങളെയും ട്രസ്റ്റ് ക്ഷണിച്ചു. അയോധ്യ കേസിൽ വിധി പ്രഖ്യാപിച്ച ബെഞ്ചിലെ അംഗങ്ങൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഉചിതമാകും എന്നതുകൊണ്ടാണ് ക്ഷണമെന്ന് ട്രസ്റ്റ് വിശദീകരിച്ചു. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വ്യക്തികളെ ക്ഷണിക്കാൻ BJPക്കും RSSനും എന്തധികാരമെന്ന് ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള ചോദിച്ചു. ശ്രീരാമൻ എല്ലാവരുടേതുമാണ്. രാമക്ഷേത്രം സന്ദർശിക്കാൻ അതുകൊണ്ട് തന്നെ ആരുടെയും ക്ഷണം ആവശ്യമില്ല. विश्व का राम है, वो एक तबके का राम नहीं है. ये बात याद रखिएगा. ये जो फैला रहे हैं हिंदू हिंदू हिंदू, वो गलत है. ये अपने पुस्तकें नहीं जानते. राम विश्व का राम है, याद रखिएगा. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പകുതി ദിവസം അവധി പ്രഖ്യാപിച്ച നടപടിയെ CPIM-ഉം വിമർശിച്ചു. കേന്ദ്ര സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് CPIM-ന്റെ ആക്ഷേപം. ഭരണകൂടം മതത്തിന്റെ നിറമില്ലാത്തതായിരിക്കണമെന്ന സുപ്രീം കോടതി മാർഗനിർദ്ദേശം നിലനിൽക്കുന്നുണ്ടെന്നും CPIM ചൂണ്ടിക്കാട്ടി.
രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ പാർട്ടികളുടെ നേതാക്കന്മാരിൽ ചിലർ അയോധ്യ സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാമനോടല്ല BJPയോടാണ് തങ്ങൾക്കുള്ള എതിർപ്പ് എന്നത് വ്യക്തമാക്കുകയാണ് ഈ സന്ദർശനം വഴി അവരുടെ ലക്ഷ്യം. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും R. രാധാകൃഷ്ണൻ. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന തിങ്കളാഴ്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മണി മാർക്കറ്റുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. പൊതുമേഖലാ ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും അർദ്ധാവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:30 വരെയാണ് അവധി നൽകിയിട്ടുള്ളത്. നേരത്തെ പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. താൽക്കാലിക ക്ഷേത്രത്തിൽ നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കില്ല. പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുള്ളവർക്ക് മാത്രമാണ് അയോധ്യ നഗരപരിധിയിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ടെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി സുപ്രധാനമാണ് അഗ്നിസ്ഥാപനം. പുതിയ ശ്രീരാമക്ഷേത്രത്തിലെ അഗ്നിസ്ഥാപന ചടങ്ങിന് ഇന്ന് 100-ൽ പരം സന്യാസിവര്യന്മാർ കാർമ്മികത്വം വഹിച്ചു. നവഗ്രഹ സ്ഥാപനവും ഇന്ന് പൂർത്തിയായി. ഹവനമടക്കമുള്ള ചടങ്ങുകളും ആരംഭിച്ചിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയിലെ ഒരുക്കങ്ങളും സുരക്ഷാ സംവിധാനവും യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഇന്ന് വിലയിരുത്തി. പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അയോധ്യ മേയർ ഗിരീഷ് പതി ത്രിപാഠി ആവശ്യപ്പെട്ടു. पूरी तैयारी है और अच्छे से सारी तैयारियों को पिछले काफ़ी दिनों से हम लोग प्लान करके सारी चीज़ों को हम लोग कर रहे थे. तो कुल मिला के सारी तैयारियां प्रकाश की, सफाई की, पेयजल की, सैनिटेशन की, लोगों के रात्रि प्रवास की, ये सारी व्यवस्थाएं लगभग पूर्ण कर ली गई. അയോധ്യയിലെ താൽക്കാലിക രാമക്ഷേത്രത്തിലെ ദർശനം ഇന്ന് അവസാനിക്കും. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പുതിയ ക്ഷേത്രത്തിൽ 23 മുതലാണ് ഇനി ദർശനാനുമതി. താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹവും ഗർഭഗൃഹത്തിൽ സ്ഥാപിക്കും. ഉത്സവ വിഗ്രഹമായാകും താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല ഇനി കണക്കാക്കുക. അയോധ്യയിലേക്കുള്ള ട്രെയിനുകൾ 23-ാം തീയതി വരെ നിർത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രത്യേക ക്ഷണമെനുസരിച്ച് വരുന്ന 7000-ഓളം പേർക്കും വോളണ്ടിയർമാർക്കും മാത്രമാകും ഇനി അയോധ്യയിലേക്ക് പ്രവേശനം. അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഉപഹാരമായ ഓണവില്ലുമായുള്ള യാത്രകളടക്കം അയോധ്യയിലെത്തും. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് അയോധ്യ ഇപ്പോഴുള്ളത്. 23-ാം തീയതി വരെ ഇത് തുടരും. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. 24 വാർത്താ സംഘം അയോധ്യയിലുണ്ട്. S. വിജയകുമാർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. അയോധ്യയിൽ ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ചടങ്ങുകളൊക്കെ പൂർത്തിയായി വരുന്നുണ്ട്. ഇന്ന് വന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് അവധി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. പൊതുമേഖലാ ബാങ്കുകൾക്കുൾപ്പെടെ അവധിയുണ്ട്. ഉച്ചയ്ക്ക് 2:30 വരെ അവധി നൽകിയിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയാകുന്നതുവരെയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ കേന്ദ്ര സർക്കാരും ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. S. വിജയകുമാർ ഇപ്പോൾ വിവരങ്ങളുമായി. S. വിജയകുമാറിലേക്ക് അല്പസമയത്തിനകം എത്താം. അയോധ്യയിൽ 24 വാർത്താ സംഘമുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ S. വിജയകുമാർ ചേരുന്നുണ്ട്. വിജയകുമാർ, വാർത്താമഴയിലേക്ക് സ്വാഗതം. അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരികയാണല്ലോ. വിജയകുമാർ, എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ? ഉന്മേഷം, അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ എന്ന ചടങ്ങ് നടക്കാൻ ഇനിയും ഏതാനും ദിവസങ്ങൾ മാത്രം, 1-2 ദിവസം കഷ്ടിച്ചെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിനോടകം തന്നെ അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ ഇവിടെ എത്തി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും അതിലേതെങ്കിലും തരത്തിൽ കൂടുതൽ സർക്കാർ ഇടപെടലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതുകൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരെ മുഴുവൻ സമയവും ഇതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി തന്നെ നിയോഗിച്ചിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഇതിൽ ക്ഷണിക്കപ്പെട്ട ആളുകൾ ഇന്നു മുതൽ നഗരത്തിലേക്ക് വന്നിട്ടുണ്ട്. അതോടെ നഗരത്തിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. നഗര കവാടങ്ങളൊക്കെ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അയോധ്യ നഗരമാകെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് രാജ്മഹൽ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമാണ്. രാജ്മഹൽ ഇവിടുത്തെ രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവാടമാണ്, ഒരു കെട്ടിടമാണ്. അത് അലങ്കരിച്ച് രാത്രിയിൽ അത് ഭംഗിയാക്കിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ കാണാൻ വേണ്ടി ആളുകളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇതൊക്കെ ആ മട്ടിൽ ഇതിന്റെ ആഘോഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ഒരു വഴിക്ക് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിലുയർന്ന രാഷ്ട്രീയം വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അയോധ്യയിൽ മാത്രമല്ല
രാജ്യമെമ്പാടും അത് ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാനുള്ള ക്ഷണം കോൺഗ്രസ് നിരസിക്കുകയും കോൺഗ്രസ് അതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അത് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള BJP ശ്രമത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തതിന് പിന്നാലെ ഉത്തർപ്രദേശ് കോൺഗ്രസിൽ വലിയ കലാപം ഉണ്ടാവുകയും ചെയ്തു. UP കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നറിയിച്ചു. അവരെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡിന്റെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഫലം കാണുമോ എന്ന് അറിയില്ല. അവർ പാർട്ടി വിട്ട് എങ്ങോട്ടെങ്കിലും ചേക്കേറുമോ, BJPയിലേക്കോ മറ്റോ പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുമുണ്ട്. അതാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം. മറ്റൊന്ന്, അവധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം അവധി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ നടപടി, അന്ന് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഇടതു പാർട്ടികളും കോൺഗ്രസും ഒക്കെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനോട് ആ നിലയ്ക്ക് പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനമെന്ന് തോന്നുന്നു. ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനവും വന്നിട്ടുണ്ട്. അത് ആ നിലയിൽ അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും എല്ലാവർക്കും അത് കാണാൻ അവസരം ഒരുക്കണം എന്നതുമൊക്കെയാണ് അക്കാര്യത്തിലെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ന് BJP നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, അങ്ങനെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പരിപാടിയിലേക്ക് എത്തും. അവരൊക്കെ നാളെയും മറ്റന്നാളുമായി അയോധ്യയിലേക്ക് എത്തും. അതുപോലെ ഈ അയോധ്യ കേസിലെ ചരിത്ര പ്രാധാന്യമുള്ള സുപ്രീം കോടതി ഉത്തരവ് വിധി പറഞ്ഞ ആ ബെഞ്ചിലെ ജഡ്ജിമാരെ, ന്യായാധിപന്മാരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന വിവരവും ഇന്ന് പുറത്തു വന്നു. അവരിൽ ആരൊക്കെ പങ്കെടുക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അത്തരം സാഹചര്യങ്ങളൊക്കെ അതിന്റെ രാഷ്ട്രീയ വശങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ഉന്മേഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിന് കഴിഞ്ഞാൽ ഉടൻ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങുകയാണ്. ഫെബ്രുവരി ആദ്യം ബജറ്റ് സമ്മേളനം തുടങ്ങും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെ ബജറ്റ് ഉണ്ടാകും. ബജറ്റ് കഴിഞ്ഞാൽ ഉടൻ വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി പാർലമെന്റ് പിരിയും. അതിനുശേഷം ഏതാണ്ട് ഒരു ഫെബ്രുവരി പകുതിയോടുകൂടി രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഉണ്ടാകും, അല്ലെ ഫെബ്രുവരി അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി BJP നടത്തുന്ന നീക്കങ്ങളാണ് ഇത് എന്നതാണ് കോൺഗ്രസിന്റെയും മറ്റ് പാർട്ടികളുടെയും ഒക്കെ വിമർശനം. അതുകൊണ്ടാണ് ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് അതിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് എന്ന വിമർശനം ചില ഹൈന്ദവ ആചാര്യന്മാർ ഉന്നയിച്ചതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് അതിൽ പക്ഷം ചേരുകയും ചേർന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. പക്ഷേ ഇക്കാര്യത്തിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് BJP അതിന്റെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് കോൺഗ്രസ് അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച സമയത്ത് മാത്രം രാഷ്ട്രീയമായ വിമർശനം കോൺഗ്രസിനെതിരെ ഉയർത്തി എന്നതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റു വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് കേന്ദ്രമന്ത്രിമാരോടുമൊക്കെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. വിവാദങ്ങൾ അവിടെ നടക്കട്ടെ, പക്ഷേ ഈ പരിപാടിക്ക് കിട്ടേണ്ട ദേശീയ ശ്രദ്ധ, അതിലേക്ക് വലിയ തോതിലുള്ള അതിനുശേഷം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ആളുകൾ ഇവിടേക്ക് എത്തും, അതൊക്കെ ആ മട്ടിൽ ചർച്ചയാവേണ്ടതില്ല. എന്നാൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് മറ്റു തരത്തിൽ നോക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് അത് BJP അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വിവാദങ്ങളോട് അതേ നിലയിൽ പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് BJP നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഒരു കാര്യം ഉറപ്പാണ് ഉന്മേഷ്, ഇതിനോടകം ഈ അയോധ്യ രാമക്ഷേത്ര ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ഒരു മതപരമായ ചടങ്ങ് എന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്ക് കൂടി വഴിവെച്ചിട്ടുണ്ട്. അതിന്റെ വ്യത്യസ്ത തലത്തിൽ ആ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നമ്മൾ ഇന്ന് വന്നപ്പോഴും ആ കാഴ്ചകൾ തന്നെയാണ് കണ്ടത്. അത് പ്രാണപ്രതിഷ്ഠയിലും അവസാനിക്കില്ല, അതിനുശേഷവും അത് തുടരും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പായും പറയാം. ഉന്മേഷ്, ശരി. S. വിജയകുമാറാണ് അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ് പ്രതിഷ്ഠാ ദിനത്തോട് അനുബന്ധിച്ച്. KS ചിത്രയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളോട് യോജിപ്പില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഏതെങ്കിലും അഭിപ്രായത്തിന്റെ പേരിൽ അവരെ തള്ളിക്കളയേണ്ട എന്നാണ് പാർട്ടി നിലപാടെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അവരെ സംബന്ധിച്ച് അവർ എടുത്ത ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ആകെ ചിത്രക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുന്നതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് യോജിപ്പില്ല. ഇവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെയോ ഏതെങ്കിലും ഒരു പദപ്രയോഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ തള്ളിപ്പറയേണ്ട കാര്യമില്ല. അവരെല്ലാം നമ്മുടെ നാടിന്റെ രാജ്യത്തിന്റെ ഒരു സ്വത്താണെന്ന രീതിയിൽ തന്നെ നമ്മൾ കാണണം.
ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതായി വ്യാജ വീഡിയോ പ്രചരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പത്തനംതിട്ട സൈബർ പോലീസാണ് കേസെടുത്തത്. രാജേഷ് എന്ന യുവാവിന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. സൈബർ പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്ന നിരീക്ഷണത്തിലാണ് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത്. ഇരുമുടിക്കെട്ടുമായി നിൽക്കുന്ന യുവതികളുടെ മുഖസാദൃശ്യം തോന്നുന്ന ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് 18-ാം പടിക്ക് സമീപമുള്ള സെൽഫി വീഡിയോ എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളായ 11 പേരും ഈ മാസം 21-ന് കീഴടങ്ങണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശം. കീഴടങ്ങാൻ സാവകാശം തേടി പ്രതികളായ ഗോവിന്ദ് ഭായ്, വിദേശ് ചിമൻലാൽ ഭട്ട്, രമേശ് ചുബ, ഭായ് ചന്ദ്രൻ എന്നിവർ നൽകിയ ഹർജി തള്ളിയാണ് സുപ്രീം കോടതിയുടെ നടപടി. 6 ആഴ്ച വരെ സമയം നീട്ടി നൽകണം എന്ന ആവശ്യമാണ് പ്രതികൾ മുന്നോട്ട് വെച്ചത്. മതിയായ കാരണങ്ങൾ ഇല്ലാത്തതിനാൽ ഹർജി തള്ളുന്നുവെന്ന് ജസ്റ്റിസ് BV നാഗരത്ന വ്യക്തമാക്കി. മാതാപിതാക്കളെ പരിചരിക്കാൻ മറ്റാരുമില്ല എന്നാണ് ഗോവിന്ദ് ഭായ് ഹർജിയിൽ ഉന്നയിച്ച ആവശ്യം. മകന്റെ വിവാഹം, വിളവെടുപ്പ് സമയം എന്നിവയാണ് മറ്റു പ്രതികൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ. ബിൽക്കിസ് ബാനു കേസിൽ വിധി പ്രസ്താവിച്ച ജസ്റ്റിസ് നാഗരത്ന, ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് പ്രതികളുടെ ഹർജി തള്ളിയത്. ദയാവധത്തിന് അനുമതി തേടി കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ മാപ്രാണം സ്വദേശി ജോഷിയാണ് ദയാവധത്തിന് അനുമതി ആവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചത്. 84 ലക്ഷം രൂപയുടെ നിക്ഷേപമാണ് ജോഷിക്ക് ബാങ്കിലുള്ളത്. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, വിശദാംശങ്ങൾ. ഉന്മേഷ്, കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകനാണ് ഈ മാപ്രാണം സ്വദേശിയായിട്ടുള്ള ജോഷി. അദ്ദേഹത്തിന്റെ 84 രൂപയാണ് ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇതുവരെ കിട്ടാനുള്ളത്. പക്ഷേ ബാങ്കിന്റെ കണക്ക് പ്രകാരം ഈ 72 ലക്ഷം രൂപയാണ് ജോഷിക്ക് നൽകാനുള്ളത് എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ ഔദ്യോഗികമായി അറിയിക്കുന്നത്. പക്ഷേ ജോഷി പറയുന്നത് ഈ ബാങ്കിലെ നിക്ഷേപം കിട്ടാത്തത് കൊണ്ട് തന്നെ തനിക്ക് തന്റെ ജീവിതം മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ 2 തവണ ട്യൂമർ ബാധിച്ച് സർജറി ഉൾപ്പെടെ നടത്തി 21 ശസ്ത്രക്രിയകളാണ് നടത്തിയത്. അതോടൊപ്പം ദീർഘമായ ചികിത്സകൾ അനുഭവിച്ചയാളാണ് താന്. അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപം കിട്ടിയാൽ മാത്രമേ തന്റെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. അതോടൊപ്പം തന്നെ ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തന്നെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. സമൂഹത്തിൽ നിന്ന് അത്തരത്തിൽ ഒറ്റപ്പെടുത്തുന്ന നടപടികളുമായി CPM പ്രവർത്തകർ തന്നെ മുന്നോട്ട് പോകുന്നു. ആ സാഹചര്യത്തിൽ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ ഒന്നുകിൽ പണം മടക്കി നൽകാനുള്ള നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ തനിക്ക് ദയാവധം വിധിക്കണം എന്നൊരാവശ്യവുമായി കൊണ്ടാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് തന്നെ പരാതി അയച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഇത്തരത്തിൽ ദയാവധം അനുവദിക്കണമെന്ന് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഈ മാപ്രാണം സ്വദേശിയായ ജോഷി. ഉന്മേഷ്. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൾക്കൂട്ട വിചാരണ ഉണ്ടായിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. വ്യക്തിപരമായ കാരണങ്ങളാലാണ് ആത്മഹത്യ എന്നാണ് റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 11-നാണ് ആദിവാസി യുവാവ് വിശ്വനാഥനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഭാര്യയുടെ പ്രസവത്തിനായി എത്തിയതായിരുന്നു. മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്നാരോപിച്ച് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിച്ചു. ആദ്യം മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം. ജനമധ്യത്തിൽ അപമാനിതനായ വിശ്വനാഥൻ മാനസിക വിഷമത്താൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നായിരുന്നു പോലീസ് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട്. എന്നാൽ ഇതിനടിസ്ഥാനമായ തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. വിശ്വനാഥിനെ കാണാതാകുന്ന ദിവസം രാത്രി മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുന്നിൽ നിന്ന് ഇയാൾ ഓടിപ്പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് എന്തുകൊണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. ആ അന്വേഷണ റിപ്പോർട്ടാണ് ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത്. ആൾക്കൂട്ട വിചാരണ നടന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. വ്യക്തിപരമായ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്തെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. 24 കോഴിക്കോട്. തിരുവനന്തപുരത്ത് വധശ്രമ കേസിലെ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അയിരൂർ പോലീസ് സ്റ്റേഷൻ കീഴടങ്ങാൻ എത്തുന്നതിന് മുൻപാണ് പ്രതി അനിൽ ഒതളങ്ങ കഴിച്ചത്. സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയതിന് പിന്നാലെ കുഴഞ്ഞു വീണു. ഇന്നലെ വൈകിട്ടാണ് അനിൽ ബന്ധുവായി വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അഖിൽ ഷാൻ സാർ തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ അനിൽ എന്ന ഈ പ്രതി ബന്ധുവായ വിഷ്ണുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇവർ തമ്മിൽ നേരത്തെ ചില വ്യക്തിവൈരാഗ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു ആക്രമണം പ്രതി നടത്തിയത്. അതിന് പിന്നാലെ ഈ പ്രതിയായ അനിൽ ഒളിവിൽ പോയിരുന്നു. പോലീസ് ഈ സംഭവത്തിൽ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നാലെ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് പ്രതിയായ അനിൽ അയിരൂർ പോലീസ് സ്റ്റേഷനിലെത്തുകയും താനാണ് ഈ കുറ്റം ചെയ്തതെന്ന് സമ്മതിക്കുകയും ചെയ്തത്. എന്നാൽ തൊട്ടു പിന്നാലെ ഇയാൾ സ്റ്റേഷനിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അതിന് പിന്നാലെ ഈ പ്രതി പറഞ്ഞതനുസരിച്ചാണ് ഒതളങ്ങാത്തെന്നുള്ളൊരു കാര്യവും പോലീസ് പുറത്തുവിടുന്നത്.
6ഓളം മുതലങ്ങ ഇയാൾ കഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിന് പിന്നാലെ പോലീസുകാർ ചേർന്ന് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിച്ചത്. എന്തായാലും നിലവിൽ ഈ അനിലിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കൂടുതൽ വ്യക്തത ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ പറഞ്ഞാൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഈ പരിക്കേറ്റ ഇന്നലെ ഈ കുത്തേറ്റ് പരിക്കേറ്റ വിഷ്ണുവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ശരി, അഖിൽഷാൻ സാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് മാത്യക്കുട നടൻ MLAയുടെ മൊഴി രേഖപ്പെടുത്തും. നാളെ രാവിലെ 11 മണിക്ക് ഹാജരാകണമെന്നാണ് വിജിലൻസ് നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത്. ഹാജരാകും എന്ന് മാത്യക്കുട നടൻ MLA ഇപ്പോൾ വ്യക്തമാക്കുന്നു. വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് N. ഭാസുരാംഗൻ ഒന്നാം പ്രതി. 7000 പേജുള്ള കുറ്റപത്രം കലൂരിലെ പ്രത്യേക കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചത്. ബാങ്കിൽ 3,22 ലക്ഷം രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് EDയുടെ കണ്ടെത്തൽ. ബാങ്ക് മുൻ പ്രസിഡന്റ് N. ഭാസുരാംഗൻ, ഭാര്യ, മകൻ അഖിൽജിത്ത്, 2 പെൺമക്കൾ ഉൾപ്പെടെ 6 പ്രതികൾക്കെതിരെയാണ് ആദ്യഘട്ട കുറ്റപത്രം. കേസിൽ N. ഭാസുരാംഗൻ ഒന്നാം പ്രതിയും മകൻ അഖിൽജിത്ത് 2ാം പ്രതിയുമാണ്. 7000 പേജുള്ള കുറ്റപത്രം കലൂരിലെ പ്രത്യേക കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചത്. N. ഭാസുരാംഗൻ ബിനാമി പേരിൽ കോടിക്കണക്കിന് രൂപ വായ്പയായി തട്ടിയെന്നും ED കണ്ടെത്തിയിരുന്നു. കൃത്യമായി ഈടുകൾ വാങ്ങാതെ 2 അക്കൗണ്ടുകൾ വഴിയാണ് ഭാസുരാംഗൻ പണം തട്ടിയത്. കുടുംബാംഗങ്ങളുടെ പേരിലും അനധികൃതമായി വായ്പ നേടിയിരുന്നു. കണ്ടല സഹകരണ ബാങ്കിൽ 101 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തൽ. EDയുടെ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ N. ഭാസുരാംഗനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. 24 കൊച്ചി. മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന് വീണ്ടും EDയുടെ നോട്ടീസ്. തിങ്കളാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അപമാനിക്കാനാണ് EDയുടെ ശ്രമമെന്നും ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. മസാല ബോണ്ട് കേസിൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനു ശേഷം ഇത് 2ാം തവണയാണ് ED നോട്ടീസ്. ജനുവരി 12-ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഡോക്ടർ TM തോമസ് ഐസക് ഹാജരായിരുന്നില്ല. തിരക്കായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നായിരുന്നു വിശദീകരണം. ഇതിന് പിന്നാലെയാണ് പുതിയ നോട്ടീസ്. അപമാനിക്കാനാണ് EDയുടെ ശ്രമമെന്നും ഏതുവരെ പോകുമെന്ന് നോക്കട്ടെയെന്നും ഡോക്ടർ TM തോമസ് ഐസക്. ഒരു വർഷമായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചതിൻ്റെ അപ്പുറം അറിഞ്ഞതിനപ്പുറം എന്താ ഉള്ളത്? അപ്പോൾ അവർ കോടതിയിൽ പോയിട്ടുണ്ട്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഈ 21, 22 എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ കണ്ടിട്ടൊന്നും ആയിരിക്കില്ല. നമ്മളെ ഹരാസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. കിഫ്ബിക്കായുള്ള ധനസമാഹരണത്തിന് മസാല ബോണ്ട് വാങ്ങിയതിൽ ഫെമ ചട്ടലംഘനമുണ്ടായെന്നാണ് ED കണ്ടെത്തൽ. 24 കൊച്ചി. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിന് സുപ്രീംകോടതി സ്ഥിര ജാമ്യം അനുവദിച്ചു. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്താണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. M. ശിവശങ്കറിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അടിയന്തര ചികിത്സ ആവശ്യമാണെന്നുമുള്ള മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഇടപെടൽ. EDയുടെ ആവശ്യപ്രകാരം പുതുച്ചേരി ജിപ്മറിൽ നടത്തിയ മെഡിക്കൽ പരിശോധനയുടെ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെങ്കിൽ വിശ്വാസയോഗ്യമായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് അനിവാര്യമാണെന്ന് ED നേരത്തെ സുപ്രീംകോടതിയിൽ വാദിച്ചിരുന്നു. നിലവിൽ ഇടക്കാല ജാമ്യത്തിലാണ് M. ശിവശങ്കർ. കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ കർശന നടപടിയിലേക്ക് കടന്ന് പോലീസ്. സ്ഥാപനത്തിന്റെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും T. സിദ്ദിഖ് MLAയുടെ ഭാര്യയുമായ ഷറഫുനിസ ഉൾപ്പെടെ 5 പേരാണ് പ്രതികൾ. തട്ടിപ്പുമായി ബന്ധമില്ലെന്ന് ഷറഫുനിസയും കേസിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് T. സിദ്ദിഖ് MLAയും പ്രതികരിച്ചു. കോഴിക്കോട് ആസ്ഥാനമായ സ്വിസ് ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിലാണ് 20 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നത്. വഞ്ചനാക്കുറ്റം ചുമത്തിയാണ് T. സിദ്ദിഖ് MLAയുടെ ഭാര്യ ഷറഫുന്നിസയെ 4ാം പ്രതിയാക്കിയത്. കേസിൽ നടക്കാവ് പോലീസ് ഇതുവരെ 5 FIRകൾ രജിസ്റ്റർ ചെയ്തു. മാനേജ്മെന്റുമായി ഒത്തുപോകാൻ കഴിയാത്തതിനാൽ 2022 ഡിസംബർ 8-ന് താൻ സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചിരുന്നുവെന്ന് ഷറഫുന്നിസ 24നോട് പറഞ്ഞു. പരാതി ഉണ്ടായാൽ നമ്മൾ സ്വാഭാവികമായിട്ട് വിളിക്കുമല്ലോ. ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു വിളിയും വന്നിട്ടില്ല. ഡിസംബർ 2028-നാണ് ഞാൻ അവിടുന്ന് ഇറങ്ങുന്നത്. രണ്ട് അതിന് മുമ്പ് 5 മാസം മുമ്പ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ റിസൈൻ ലെറ്റർ കൊടുത്ത മെയിൽ വഴി അയച്ചത് 8 ഡിസംബർ 2022. ഡയറക്ടർ ബോർഡ് മെമ്പറും ആയിരുന്നില്ല. അവർ ഓഫർ ലെറ്റർ തന്നിട്ട് ജോലിക്ക് പോയതാ. കേസിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് T. സിദ്ദിഖ് MLA. തികച്ചും രാഷ്ട്രീയ പ്രേരിതവും സത്യസന്ധമല്ലാത്തതും വ്യാജ നിർമ്മിതിയുടെ പുറത്ത് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുമാണ്. 1ാം പ്രതി വസീം തൊണ്ടിക്കോടൻ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. ഇയാളടക്കം കേസിലെ മറ്റു പ്രതികൾ ഒളിവിലാണ്. സ്ഥാപനത്തിന്റെ നടക്കാവ് ബ്രാഞ്ചിൽ പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി. അന്വേഷണം നടക്കട്ടെയെന്ന K. മുരളീധരൻ MPയും കേസിനെക്കുറിച്ച് അറിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. 24 കോഴിക്കോട്.
ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് ആദ്യം. ചിന്നക്കനാൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട പരാതിയിൽ മാത്യു കുഴനാടൻ MLAയുടെ മൊഴിയെടുക്കും. നാളെ രാവിലെ വിജിലൻസിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു സുരേഷ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ സെപ്റ്റംബറിനാണ് വിജിലൻസ് മാത്യു കുഴൽനാടനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. 3 മാസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ പ്രാഥമിക റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 4 മാസം പിന്നിടുമ്പോഴും അദ്ദേഹത്തിന് ഒരു നോട്ടീസ് പോലും നൽകാൻ നിലവിൽ വിജിലൻസ് തയ്യാറായിരുന്നില്ല. പക്ഷെ അതിന് വിരാമമായിരിക്കുന്നു. ഇന്നാണ് വിജിലൻസ് മാത്യു കുഴൽനാടന് നോട്ടീസ് നൽകിയത്. നാളെ 11 മണിക്ക് തൊടുപുഴയിൽ വിജിലൻസ് ഓഫീസിൽ ഹാജരായി മൊഴി നൽകണം എന്നുള്ളതാണ് ആവശ്യം. അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചിന്നക്കനാലിൽ 1 ഏക്കർ 14 സെന്റ് സ്ഥലം വാങ്ങിയ റിസോർട്ട് നിർമ്മിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് വാങ്ങിയതിൽ ക്രമക്കേട്, അതോടൊപ്പം തന്നെ നികുതി അടച്ചതിലുള്ള തട്ടിപ്പ്, അത്തരം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പരാതിയാണ് LDFന്റെ ഇടുക്കി ജില്ലാ നേതൃത്വം നൽകിയത്. അതിനൊരു പ്രാഥമിക അന്വേഷണം ആദ്യം വിജിലൻസ് നടത്തിയിരുന്നു. തുടർന്നാണ് ഇതിലൊരു വിശദമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ആവശ്യം അംഗീകരിക്കുകയും ചെയ്തത്. കോട്ടയം വിജിലൻസ് SP റേഞ്ചർ SP വിനോദിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും നാളെ മൊഴിയെടുക്കുക. നേരത്തെ ഈ മാസപ്പടി വിവാദം കത്തി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ വീണ്ടും മാസപ്പടി ഒരിക്കൽ കൂടി ചർച്ചയാവുന്ന ഘട്ടത്തിൽ മാത്യുവിന് നോട്ടീസ് നൽകിയത് രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഉന്മേഷം. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന്. പാലക്കാട് ആലമ്പള്ളത്ത് മരിച്ചെന്ന് കരുതിയാൾ 47 വർഷത്തിന് ശേഷം തിരിച്ചെത്തി. അയിലൂർ ആലമ്പളം സ്വദേശി യൂസഫാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയത്. കാണാതായതിനെ തുടർന്ന് യൂസഫിനായി വിവിധയിടങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. യൂസഫ് മരിച്ചതായി ബന്ധുക്കളും നാട്ടുകാരും കരുതി. യൂസഫ് തിരിച്ചെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ. അടിപ്പരണ്ട ആലമ്പള്ളത്തെ ജനങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒരു അത്ഭുതത്തിലാണ്. കാരണം 46 വർഷങ്ങൾക്ക് മുൻപ് ഈ നാട് വിട്ടുപോയ ഒരാൾ മടങ്ങിയെത്തിയിരിക്കുകയാണ് പെട്ടെന്നൊരു ദിവസത്തിൽ. നമ്മൾ ആ വീടിന് മുന്നിലാണ് ഉള്ളത്. ഇവിടെ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. യൂസഫ് എന്ന ആളാണ്. അദ്ദേഹം ഏതാണ്ട് ഇപ്പോൾ 83 വയസ്സുണ്ട് അദ്ദേഹത്തിന്. 46 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഈ നാട് വിട്ടു പോയത്. പലയിടങ്ങളിൽ ജോലി ചെയ്തു. അദ്ദേഹം ഈ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരാളെ കാണാൻ പറ്റുക, നമ്മുടെ കുടുംബാംഗങ്ങൾ, ഇവരുടെയൊക്കെ മക്കളുടെ മക്കൾക്ക് വരെ കുട്ടികളുണ്ടായി കഴിഞ്ഞു. അവരുടെയൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞ് തിരികെ എത്തിക്കഴിഞ്ഞു. എന്തായാലും അദ്ദേഹം ഇപ്പോൾ നാട്ടിലെത്തി. നാട്ടുകാരെല്ലാവരും സന്തോഷമായിരിക്കുന്നു. വീട്ടുകാർക്ക് വലിയ സന്തോഷം. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പോയതെന്ന് ചോദിക്കുന്നില്ല. തിരിച്ചു വരാൻ അങ്ങേക്ക് സാധിച്ചത് ഏത് സാഹചര്യം? എനിക്ക് പ്രായം കൂടുതലായിട്ട്, അപ്പോൾ പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം. താങ്കൾ പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഈ നാടിൽ. എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് നാടിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയാൻ കണ്ടില്ല. അത് ഞാൻ പോകുമ്പോൾ ഇവിടെ റോഡൊന്നും ഉണ്ട്, ചെറിയൊരു കട്ട് റോഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ടാർ റോഡായി, കറണ്ടുണ്ടായി, എല്ലാ വികസനവും വന്നു. എൻ്റെ തറവാട് ഇതിൻ്റെ മുന്നിൽ, ഈ മുന്നിൽ കാണുന്നത്, അത് അവർ വിറ്റു. ഇപ്പോൾ അതിൻ്റെ തൊട്ട് തന്നെ ഇപ്പുറത്തൊരു സ്ഥലം വാങ്ങിച്ച് അത് കരയെടുത്തു. പിന്നെ ഒരു അനുജനുണ്ട്, മീരാസായി പറഞ്ഞിട്ട് അപ്പുറത്ത് വരെ വാങ്ങിച്ചിരിക്കുന്നുണ്ട്. ഇദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം തിരികെ വന്നപ്പോഴേ എന്താ നിങ്ങൾക്ക് തോന്നിയത്? വീട്ടുകാർക്ക് ഉണ്ടായ ഒരു അത്ഭുതം എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. ഞങ്ങളെ ചെറുതിലെ വിട്ടുപോയി വന്നപ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു. പിന്നെ വന്ന് അമ്മ മരിക്കുമ്പോൾ ഇല്ലല്ലോ, അപ്പോൾ അതൊരു വിഷമമുണ്ടായി. കാണാതായി നമ്മളെ വിട്ടുപോയി എന്നൊക്കെ കരുതിയ ഒരാൾ പെട്ടെന്ന് തിരികെ വരുന്നു. അതിൻ്റെ സന്തോഷവും ആഹ്ലാദവും ഒക്കെയാണ് ഇവരെല്ലാവരും പങ്കുവെക്കുന്നത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടെന്ന് വെളിപ്പെടുത്തൽ. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുൻ ജോയിന്റ് സെക്രട്ടറി BVR സുബ്രഹ്മണ്യത്തിന്റേതാണ് ഗൗരവ വെളിപ്പെടുത്തൽ. മാധ്യമ കൂട്ടായ്മയായ ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ദേശീയ ബജറ്റ് രൂപീകരണ വേളയിൽ നടന്ന രഹസ്യ സാമ്പത്തിക ചർച്ചകളെക്കുറിച്ച് സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പ്രോഗ്രസ് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച സെമിനാറിലാണ് BVR സുബ്രഹ്മണ്യത്തിന്റെ വിവാദ വെളിപ്പെടുത്തൽ. They raised the devolution to states to 42%. I was at the heart of the discussion, not hard, a tripartite discussion between Dr. Reddy, me and the Prime Minister. No finance ministry. Should it be 42 or 32 or some number in between? The previous number was 32. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 50% ഉയർത്തണമെന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയായതിനു പിന്നാലെയുള്ള ആദ്യ ബജറ്റിൽ സംസ്ഥാന വിഹിതം 33-ൽ നിന്ന് 42% വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ മാറ്റാൻ പിൻവാതിൽ ചർച്ചകൾ നടത്തി എന്നാണ് BVR സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയത്. ധനകാര്യ കമ്മീഷൻ വിസമ്മതിച്ചതോടെ സർക്കാരിന് 48 മണിക്കൂർ കൊണ്ട് ബജറ്റിൽ മാറ്റം വരുത്തേണ്ടി വന്നെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇടപെടൽ നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു.
അല്ല, അങ്ങനെ പ്രധാനമന്ത്രിക്ക് പറയാൻ പാടില്ലല്ലോ. നീതി ആയോഗ് എന്ന് പറയുന്നത് പഴയ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നിരിക്കുന്ന സംവിധാനമാണ്. അത്രയും സ്ഥാപനങ്ങളെ നിയമിക്കുന്നത് തന്നെ സ്വതന്ത്രമായി ടാക്സ് ഡെവല്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഫെഡറലിസത്തെ തകർക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ നടത്തിയതെന്ന് കോൺഗ്രസ് നേതാവ് ജയ്റാം രമേശും ആരോപിച്ചു. 24 ഡൽഹി. ഇവിടെ വാർത്താമഴ പൂർത്തിയാകുന്നു.